ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായി നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. നല്ല ചുമയും കാര്യങ്ങളും ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ചുമയും ബോഡി പെയിൻ ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അത് കുറയാതെ വന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇപ്പോഴും എനിക്ക് സ്റ്റിൽ കഫുണ്ട് കേട്ടോ. കഫുണ്ട്, ബോഡി പെയിൻ ഉണ്ട്, ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ജൂലൈ 18, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അതായത് 36th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എന്തിങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഒരു മൊമെൻറ്റ്സ് വന്നാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി വയ്യ, ബട്ട് സ്റ്റിൽ എനിക്ക് ചെറിയ കാര്യങ്ങൾ പോലും സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആളാണ് ഞാൻ കേട്ടോ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ടൈം തൊട്ട് ഞാനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, അത്രയും വയ്യാതിരുന്നിട്ട് കേട്ടോ. അപ്പം അത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഞാൻ അവർക്കൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് അന്നേ ചെയ്തതാണ്. പക്ഷേ അവരുടെ പ്രത്യേകിച്ച് റിയാക്ഷനും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. കാരണം ഇവർക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ ഓർക്കാറ് പോലും ഇല്ല കേട്ടോ. സത്യമായിട്ട് ഇന്ന് ഞാൻ അവരെ വിഷ് ചെയ്തപ്പോൾ പോലും ഇന്ന് ജൂലൈ 18 എന്നാണ് ചോദിച്ചത്. മനസ്സിലായി? അവരങ്ങനെ ശ്രദ്ധിക്കാറുമില്ല. അതുപോലെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറോ ഒന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇതൊക്കെ ഓർത്ത് വയ്ക്കും. എനിക്കിങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളായിരുന്നാൽ പോലും സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാനിത് ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ സംഭവം അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്താണെന്നുള്ളതൊക്കെ. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കണ്ടിട്ട് ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. അപ്പം പ്രത്യേകിച്ച് ഇവർക്ക് പിന്നെ പ്രത്യേകിച്ച് റിയാക്ഷൻസും ഒന്നും കാണത്തില്ല. എന്നിരുന്നാലും നമ്മൾ എന്തായാലും ഇറങ്ങി. അപ്പം ഇനി കുളിച്ച് തന്നെ തിരിച്ച് കയറാം എന്നുള്ളൊരു രീതിയാണ്. അപ്പം ആ സംഭവം നമുക്കിന്ന് കിട്ടത്തേ ഉള്ളൂ, അവർക്ക് കൊടുക്കേണ്ട സർപ്രൈസ് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ വർക്കിന് ഇന്ന് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇത്രയും ദിവസം ലീവും റെസ്റ്റും ആയിരുന്നു. ഇപ്പോഴും ചുമയുണ്ട്, നല്ല ക്ഷീണമുണ്ട് കേട്ടോ. വേഗം വർക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നങ്ങ് ഉറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അതിനിടയിൽ ഇപ്പം എനിക്ക് ലൂസ് മോഷനൊക്കെ വന്നായിരുന്നു കേട്ടോ. ഞാൻ പെട്ടുപോയി ഗൈസ്, നല്ല രീതിക്ക് പെട്ടുപോയി. അപ്പം ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ഒരു കുഞ്ഞു സന്തോഷം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം സംഭവം ഞാൻ എന്താ പ്ലാൻ ചെയ്തതെന്ന് പറയാം. വേറൊന്നുമല്ല, ഒരു ഫോട്ടോ ആണ്. ഫോട്ടോ എന്ന് ചോദിക്കുമ്പോൾ തോന്നും അതത്ര വലിയ കാര്യമാണെന്ന്. പക്ഷേ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഇവർക്ക് കല്യാണത്തിൻ്റെ ഫോട്ടോ ഇല്ല. ഓക്കെ, ഇവരുടെ ലവ് മാരേജ് ആയിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ കല്യാണം അങ്ങനെ എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് ആ ഫോട്ടോ എടുക്കുന്ന ആ ഒരു സംഭവം ഇവരുടെ കയ്യിലില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് പക്ഷേ എത്രത്തോളം ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. മാക്സിമം നോക്കി, പക്ഷേ എൻ്റെ കയ്യിൽ അവരുടെ പഴയ ഫോട്ടോസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ഇവർ പോലും അറിയാതെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് അവരുടെ റിയാക്ഷനൊക്കെ നമുക്ക് അപ്പം കാണാം വരുമ്പോൾ. ഓക്കെ, അപ്പം ഇനി ആ സംഭവം വരട്ടെ. അത് കൊടുത്തിട്ടേ ഉള്ളൂ. സംഭവം കയ്യിൽ കിട്ടിയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അവരുടെ റിയാക്ഷൻ കാണിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അവരുടെ റിയാക്ഷൻ ഒന്നും നോക്കണ്ട, ഒരു മൈൻഡ് പോലും ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ വെഡിങ് ആനിവേഴ്സറി ഞാൻ ഇന്ന് വിഷ് ചെയ്തപ്പോൾ പോലും അവർ ചോദിച്ചത് ഇന്നെന്താണ് കാര്യം എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ അമ്മയുടെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് അങ്ങോട്ട് ഞാൻ പറയുകയാണ് ചെയ്തത്. അപ്പോഴാണ് അവർ ഓർത്തത് ഇന്ന് ജൂലൈ 18 ഓക്കെ. അപ്പം നമുക്കിനി സാധനം വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതാ ഞാൻ ഫേസൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈം ആവാറായിട്ടോ. ഞാനിപ്പോൾ ഉടനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇനി പോകാം. മെയിൻ നമ്മുടെ സംഭവത്തിലോട്ട് പോകാം കേട്ടോ. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. മിക്കവാറും എന്തോ നാടി നീ കാണിച്ച് വെച്ചേക്കുന്ന എന്നായിരിക്കും റിയാക്ഷൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് ഇതാ സെറ്റായിട്ടുണ്ട്. സ്ക്വയർ വണ്ണിന്നാട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് അവിടുത്തെ കേക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പൂപ്പിക്കുട്ടൻ എന്താ റെഡി ആയിട്ടിരിപ്പുണ്ട്. ചിയേഴ്സ് ടു 36. അപ്പം നമുക്കിതാ കേക്ക് കട്ട് ചെയ്താലോ വേഗം. കയ്യടിയാലും അമ്മയ്ക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ പൂപ്പിക്കും.
അച്ഛനും വെച്ചു കൊടുത്തിട്ട് പിന്നെ പൂപ്പിക്കും. Time to reveal. രണ്ടുപേരും കൂടെ പിടിച്ചോ നോക്കിക്കോ. പൊതിഞ്ഞാ നീ. കല്യാണ ഫോട്ടോ ഉണ്ടോ? ഇല്ലല്ലോ, കല്യാണ ഫോട്ടോ ഇല്ലല്ലോ. പറ, പ്രതീക്ഷിച്ചാ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ചിരി തോന്നുന്നു സത്യം. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഫോട്ടോ ഫ്രെയിം. അപ്പോൾ അവരുടെ ലൈഫിലെ ഫസ്റ്റത്തെ അവരുടെ വെഡ്ഡിങ് ഒരു പിക്കെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു പിക്കില്ല. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്തു. വലിയ കുഴപ്പമില്ല, അല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് അച്ഛൻ്റെ അത് നമ്മുടെ വോളിലോട്ട് ഹാങ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് മറ്റുള്ള കാണുന്നവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇവര് ഹാപ്പി അല്ലേ? ഓക്കെ അപ്പം ടാറ്റ.